പത്മരാജൻ മലയാളത്തിന് സമ്മാനിച്ച 10 മികച്ച സിനിമകൾ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് 1946 മെയ് 23 ആലപ്പുഴ ഹരിപ്പാട് മുതുകുളത്ത് ജനിച്ച പത്മരാജൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലിക്ക് ചേർന്നു. എവിടെയും ഒതുങ്ങി നിൽക്കാൻ കഴിയാതെ പത്മരാജൻ നോവലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം തന്റെ നോവലുകൾക്ക് തിരക്കഥ എഴുതി ആദ്യമായി 1975 പ്രയാണം പൂർത്തിയാക്കി. പ്രയാണം എന്ന പത്മരാജന്റെ കഥയും തിരക്കഥയും സിനിമയാക്കിയത് ഭരതനായിരുന്നു. പ്രയാണം എന്ന ചിത്രത്തോടെ 36 സിനിമകൾക്ക് വേണ്ടി സഹകരിച്ച പത്മരാജൻ 18 സിനിമകൾ സ്വന്തമായി സംവിധാനം ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത്. പെരുവഴി അമ്പലമാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം 1979. 81 കള്ളൻ പവിത്രൻ, 82 നവംബറിന്റെ നഷ്ടം, 83 കൂടെവിടെ, 84 പറന്ന് പറന്ന് പറന്ന്, 86 ഏറ്റവും കൂടുതൽ സിനിമകൾ പത്മരാജൻ സംവിധാനം ചെയ്തത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കരിയിലെ കാറ്റുപോലെ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ദേശാടനക്കിളി കരയാറില്ല, നൊമ്പരത്തിപ്പൂവ് ഈ ചിത്രങ്ങൾക്ക് ശേഷം 87 തൂവാനത്തുമ്പികൾ ഒരുക്കിയത്. 88 2 സിനിമകൾ, അപരനും മൂന്നാം പക്കവും, 89 സീസൺ, 90 ഇന്നലെ, 91 ഞാൻ ഗന്ധർവൻ. ഇതിൽ എല്ലാം മികച്ചത് തന്നെ. എന്നിരുന്നാലും നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 10 സിനിമകളുടെ തീക്ഷ്ണത നോക്കാം. കള്ളൻ പവിത്രൻ കേരളത്തിന്റെ തന്നെ കള്ളനായപ്പോൾ നെടുമുടി വേണുവും കൊടിയേറ്റൻ ഗോപിയും അടൂർ ബാസിയും തങ്ങളുടെ റോളുകൾ ഭംഗിയാക്കി. പത്മരാജനും കള്ളൻ പവിത്രനും ഹിറ്റായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കലാസൃഷ്ടിയുടെ മാറ്റ് വിളിച്ചോതിയ ചിത്രമായിരുന്നു. മോഹൻലാലും ശാരിയും ആ ചിത്രത്തെ പൂർണ്ണതയിലെത്തിച്ചു. ശാരിയും കാർത്തികയും സ്കൂൾ കുട്ടികളുടെ വേഷത്തിലെത്തിയ ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം മികവിന്റെ പര്യായമായെങ്കിൽ കൂടെവിടെ എന്ന സിനിമയിലെത്തിയത് മമ്മൂട്ടിയും സുഹാസിനിയും റഹ്മാനും പ്രേംപ്രകാശും ജോസ് പ്രകാശുമായിരുന്നു. കൂടെവിടെ പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തിയ ചിത്രമായിരുന്നുവെങ്കിലും യഥാർത്ഥ നൊമ്പരം പിന്നാലെയാണ് വന്നത്. നൊമ്പരത്തിപ്പൂവ്. ഒരു കുട്ടിയുടെ ദുരന്തകഥ വെള്ളിത്തിരയിൽ ഇത്ര ഭംഗിയായി ആർക്ക് അവതരിപ്പിക്കാൻ കഴിയും പത്മരാജനല്ലാതെ? ബേബി സോണിയയും മമ്മൂട്ടിയും മാധവിയും ജഗതി ശ്രീകുമാറും വേഷമിട്ട ചിത്രം നല്ല ഹൃദയമുള്ളവന്റെ കണ്ണു നനയിച്ചു. കടലിന്റെ കരളലിയിക്കുന്ന കഥ പത്മരാജന്റെ ക്യാമറയ്ക്ക് കീഴടങ്ങിയത് 88 മൂന്നാം പക്കം. മുത്തച്ഛനും ചെറുമകനുമായി തിലകനും ജയറാമും കൈകോർത്തപ്പോൾ ആ ബന്ധം ഇഷ്ടപ്പെടാതെ കടൽ കൊണ്ടുപോയ ചെറുമകനു വേണ്ടി കാത്തിരിക്കുന്ന മുത്തച്ഛന്റെ നൊമ്പരത്തോടൊപ്പം ആ സിനിമ കണ്ടവരും പ്രാർത്ഥിച്ച നിമിഷങ്ങൾ. ഇതല്ലേ കഥയുടെ തീവ്രത. പച്ചപ്പിന്റെ മണം പത്മരാജനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. കാടും നാടും പുഴകളും കടലും പത്മരാജന്റെ തിരക്കഥയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു. നഗരത്തെയും ഗ്രാമത്തെയും 2 ഫ്രെയിമുകളിലാക്കി കാണിച്ച തൂവാനത്തുമ്പികൾ എന്ന ക്ലാസിക് ചിത്രം പത്മരാജൻ മലയാളിക്ക് സമ്മാനിക്കുമ്പോൾ അത് എക്കാലത്തെയും ചരിത്രമായി അവശേഷിക്കുമെന്ന് പത്മരാജൻ പോലും സ്വപ്നം കണ്ടു കാണില്ല. കളങ്കമില്ലാത്ത മണ്ണാറത്തൊടി ജയകൃഷ്ണനും ക്ലാരയും കേരളത്തിന്റെ ഹൃദയം കവർന്നു. മോഹൻലാലും സുമലതയും പാർവതിയും ആ ചിത്രത്തിലൂടെ ഭാഗ്യതാരങ്ങളായി. ജയറാമിനെ അപരനാക്കിയതും പത്മരാജൻ തന്നെ. വില്ലനായും നായകനായും ഇരട്ട റോളിൽ ജയറാം ഒരു നടനായി പ്രവേശിച്ച ചിത്രം കൂടിയായിരുന്നു അപരൻ. അപരനെ പ്രണയിക്കാൻ ശോഭനയോട് പറഞ്ഞ ചിത്രമായിരുന്നു ഇന്നലെ. ശ്രീവിദ്യയും സുരേഷ് ഗോപിയും മികച്ച വേഷം കൈകാര്യം ചെയ്ത ചിത്രവും പശ്ചാത്തല രംഗങ്ങൾ കൊണ്ടും ഭാവസാന്ദ്രമായി. പത്മരാജൻ തന്നെ ഗന്ധർവനായി പെയ്തിറങ്ങിയത് 1991 സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന കന്യകയെ തേടിയെത്തിയ ഗന്ധർവന് സുബർണയെ സമ്മാനിച്ച പത്മരാജൻ അവരുടെ സ്നേഹം നമുക്ക് കാണിച്ചു തരാൻ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം സംവിധാനം ചെയ്തു. ഗന്ധർവനായി നിതീഷ് ഭരദ്വാജും ഭാമയായി സുബർണയും യുവാക്കളുടെ ഇടയിലെ നിത്യവസന്തങ്ങളായി ഇന്നും നിലനിൽക്കുന്നു. ഒരു പച്ച മനുഷ്യന്റെ സ്വപ്നങ്ങൾ കവർന്നെടുത്ത് കഥയാക്കി, കഥയെ ചിട്ടപ്പെടുത്തി തിരക്കഥയിലെത്തിച്ച്, തിരക്കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത് അതൊരു സിനിമയാക്കി ആരാധകർക്ക് കാഴ്ചവെക്കുമ്പോൾ അവരത് ഹൃദയം തുറന്നു കാണും, ഹൃദയത്തിൽ സൂക്ഷിക്കും. എന്തെന്നാൽ അത് അവരുടേതോ അവരറിയുന്ന ആരുടെയെങ്കിലുമോ കഥയായിരിക്കും തീർച്ച. അമാനുഷിക കഥാപാത്രങ്ങളെ
ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ലാത്ത സംവിധായകനാണ് പത്മരാജൻ. പത്മരാജൻ, ഭരതൻ, KG ജോർജ് ഇതൊരു കൂട്ടുകെട്ടായിരുന്നില്ല. ഇവർ കൂടപ്പിറപ്പുകളായിരുന്നു. സിനിമയ്ക്കു വേണ്ടി, സാഹിത്യത്തിനു വേണ്ടി, കലയെന്ന സബരിക്കു വേണ്ടി ഒരമ്മ പെറ്റ മക്കൾ. 46-ാമത്തെ വയസ്സിൽ വിണ്ണിൽ നിന്ന് ഗന്ധർവനെ മണ്ണിലിറക്കിയ പത്മരാജൻ ആ ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാൻ കോഴിക്കോട്ടെത്തിയതായിരുന്നു. കോഴിക്കോട് സിനിമാക്കാരുടെ തട്ടകമായ ഹോട്ടൽ മഹാറാണിയിലായിരുന്നു താമസിച്ചത്. ഗന്ധർവന്റെ പ്രിവ്യൂ തയ്യാറാക്കി കാത്തിരുന്നവർ പത്മരാജനെ കാണാതെ റൂമിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ആ ദുരന്തമറിയുന്നത്. അദ്ദേഹം ദേഹമുപേക്ഷിച്ചു ഗന്ധർവലോകത്തേക്ക് യാത്രയായെന്ന വിവരം. നന്മയുടെ കാവലാളെ, സാധാരണക്കാരന്റെ സ്വപ്നം കണ്ണാടിയാക്കി കാണിച്ചു തന്ന പപ്പേട്ടനെന്ന P. പത്മരാജൻ 1991 ജനുവരി 21 പകർത്തിയതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങിയത്. പുനർജന്മം എന്നൊരു നീതി നടപ്പാവുന്നുണ്ടെങ്കിൽ ആ പട്ടികയിലെ ആദ്യത്തെ പേര് പത്മരാജന്റേതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.